വെൽക്കം ടു ദി വീഡിയോ. ദിസ് ഇസ് സജി ഫ്രം മിസ് ഇംഗ്ലീഷ് അക്കാഡമി. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൂടുതൽ സംസാരത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട 3 യൂസേജസ് പഠിക്കാം. അതിലൊന്ന് ഹാവ് ടു, പിന്നെ നീഡ് ടു, അതുപോലെ മസ്റ്റ്. ഓക്കെ, ഇവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എവിടേക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്, ഇവയുടെ അർത്ഥം എന്താണ് എന്നൊക്കെ നമുക്ക് ഇന്ന് പഠിക്കാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു റൂള് കാരണമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാവ് ടു യൂസ് ചെയ്യുന്നത്. എന്നാൽ നീഡ് ടു യൂസ് ചെയ്യുന്നത് ഒരു ആവശ്യത്തെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മളൊരു റിക്വയർമെന്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊരു നെസസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നീഡ് ടു യൂസ് ചെയ്യുന്നത്. എന്നാൽ മസ്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ഒബ്ലിഗേഷൻ തോന്നുകയാണ്, ഒരു കടപ്പാട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് തന്നെ ഉണ്ടാവുകയാണ്. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹാവ് ടു എവിടേക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് വിശദമായിട്ടൊന്ന് നോക്കാം. ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ലോ, അതുമല്ലെങ്കിൽ ഒരു അതോറിറ്റി, അതുമല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒരു കാര്യം നിർബന്ധമായും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നൊരു അവസ്ഥയാണ്. അത്തരം സിറ്റുവേഷൻ എന്ത് യൂസ് ചെയ്യാം, ഹാവ് ടു യൂസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഐ ഹാവ് ടു വെയർ എ ഹെൽമെറ്റ്. ഞാൻ ഹെൽമെറ്റ് ധരിക്കേണ്ടതുണ്ട്, കാരണം അതൊരു റൂളാണ്. എനിക്ക് അവിടെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഐ ഹാവ് ടു വെയർ എ ഹെൽമെറ്റ്. മറ്റൊരു എക്സാമ്പിൾ, ഷീ ഹാസ് ടു ഗോ ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോവേണ്ടതുണ്ട്, കാരണം സ്കൂളിൽ പോവാതിരിക്കാൻ ഉള്ള ഒരു ഓപ്ഷൻ അവൾക്കില്ല. അവൾ സിറ്റുവേഷൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. സോ ഷീ ഹാസ് ടു ഗോ ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോവേണ്ടതുണ്ട്. വേറൊരു എക്സാമ്പിൾ, വി ഹാവ് ടു സബ്മിറ്റ് ദ ഫോം ടുഡേ. നമ്മൾ ഇന്ന് ആ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. വി ഹാവ് ടു സബ്മിറ്റ് ദ ഫോം ടുഡേ. നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. വി ഹാവ് ടു സബ്മിറ്റ് ദ ഫോം ടുഡേ. മറ്റൊരു എക്സാമ്പിൾ, ഹി ഹാസ് ടു വേക്ക് അപ്പ് ഏർലി ഫോർ വർക്ക്. അവന് നേരത്തെ ഉറങ്ങി എഴുന്നേക്കേണ്ടതുണ്ട്. എന്തിന്, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം ജോലിക്ക് അവർ പറയുന്ന സമയത്ത് തന്നെ പോകണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. സോ ഹി ഹാസ് ടു വേക്ക് അപ്പ് ഏർലി ഫോർ വർക്ക്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹി ഹാവ് ടു എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, സിംഗുലർ സബ്ജക്ട് ആവുന്ന സമയത്ത് അവിടെ നമ്മൾ ഹി ഹാവ് ടു എന്നല്ല പറയാം, ഹി ഹാസ് ടു എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് ടു ഗോ, അവന് പോവേണ്ടതുണ്ട്. ഹി ഹാസ് ടു കം, അവന് വരേണ്ടതുണ്ട്. ഇനി നീഡ് ടു എവിടേക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്? നീഡ് ടു ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ആവശ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു റിക്വയർമെന്റിന്, നമ്മളൊരു നെസസിറ്റിയെ കാണിക്കാൻ വേണ്ടി, പേഴ്സണൽ ആയിട്ടുള്ള നമ്മളൊരു ആവശ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എന്ത് യൂസ് ചെയ്യുന്നത്, നീഡ് ടു യൂസ് ചെയ്യുന്നത്. നമുക്ക് 3-4 എക്സാമ്പിൾസ് നോക്കാം. ഐ നീഡ് ടു സ്റ്റഡി ടുനൈറ്റ്. എനിക്ക് ഇന്ന് രാത്രി പഠിക്കേണ്ട ആവശ്യമുണ്ട്, അതിന്റെ ഒരു ആവശ്യമാണ്. ഐ നീഡ് ടു സ്റ്റഡി ടുനൈറ്റ്. എനിക്ക് മറ്റൊരു എക്സാമ്പിൾ, യു നീഡ് ടു ഡ്രിങ്ക് മോർ വാട്ടർ. നീ കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അത് നിന്റെ ഹെൽത്ത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് നിന്റെ ഒരു ആവശ്യമാണ്. സോ യു നീഡ് ടു ഡ്രിങ്ക് മോർ വാട്ടർ. നീ കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. എക്സാമ്പിൾ, ഷീ നീഡ്സ് ടു ഇംപ്രൂവ് ഹർ ഇംഗ്ലീഷ്. അവൾക്ക് അവളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഷീ നീഡ്സ് ടു ഇംപ്രൂവ് ഹർ ഇംഗ്ലീഷ്. ഫോർ എക്സാമ്പിൾ, വി നീഡ് ടു ലീവ് നൗ. നമ്മളിപ്പോൾ പുറപ്പെടേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോകേണ്ട ആവശ്യമുണ്ട്. വി നീഡ് ടു ലീവ് നൗ. ഇവിടെയൊക്കെ നമ്മളൊരു ആവശ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത്ര സിറ്റുവേഷനിലാണ് നമ്മൾ നീഡ് ടു യൂസ് ചെയ്യുന്നത്. ഇനി മസ്റ്റ് എവിടേക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് നോക്കാം. മസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ഒബ്ലിഗേഷൻ, ഒരു കടപ്പാട് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇന്റേണലി നമ്മളുടെ ഉള്ളിൽ തോന്നുകയാണ് ഒരു കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ള സ്ട്രോങ് ഫീലിംഗ് നമ്മൾക്ക് വരുന്ന സമയത്ത്, അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 3-4 എക്സാമ്പിൾസ് നോക്കാം. യു മസ്റ്റ് ഫോളോ ദ റൂൾസ്. നീ നിർബന്ധമായും റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ, നീ നിർബന്ധമായും റൂൾസ് ഫോളോ ചെയ്യണം. അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസ് ആണ്, അല്ലെ, യു മസ്റ്റ് ഫോളോ ദ റൂൾസ്. മറ്റൊരു എക്സാമ്പിൾ, ഐ മസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക് ടുഡേ. ഞാൻ ഇന്ന് എന്തായാലും ഈ വർക്ക് ഫിനിഷ് ചെയ്യണം. എന്റെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഫീലിംഗ് ആണ്. ഓക്കെ, മറ്റാരും നിർബന്ധിക്കുന്നത് കൊണ്ടല്ല, പക്ഷെ എനിക്ക് സ്വയം തോന്നുകയാണ് നിർബന്ധമായും ഞാൻ ഇന്ന് ആ വർക്ക് ഫിനിഷ് ചെയ്യണമെന്ന്. മറ്റൊരു എക്സാമ്പിൾ, യു മസ്റ്റ് വെയർ എ സീറ്റ് ബെൽറ്റ്. നീ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഇപ്പൊ 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കണം, അല്ലെ, അത് നിർബന്ധമായിട്ട് നമ്മൾ ധരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരുമ്പോൾ, അല്ലെ, അങ്ങനെ ഒരു ഉപദേശം സ്ട്രോങ് ആയിട്ട് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് പറയാം, യു മസ്റ്റ് വെയർ എ സീറ്റ് ബെൽറ്റ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കാം. യു മസ്റ്റ് നോട്ട് യൂസ് യുവർ ഫോൺ ഹിയർ. നീ നിന്റെ ഫോൺ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, നിർബന്ധമായി ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നമ്മൾ കാണിക്കുന്നത് ഒരു പ്രൊഹിബിഷൻ ആണ്. ഇവിടെ നിനക്ക് ആ ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദമില്ല എന്നൊരു ധ്വനിയാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, യു മസ്റ്റ് നോട്ട് യൂസ് യുവർ ഫോൺ ഹിയർ. നീ നിർബന്ധമായും നിന്റെ ഫോൺ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, കാരണം യു ഡോണ്ട് ഹാവ് ദ പെർമിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മസ്റ്റ് വെച്ചിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴും, അതുപോലെ ഹാവ് ടു വെച്ചിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴും അത് നിർബന്ധത്തെയാണ് കുറിക്കുന്നത്. നിർബന്ധമായിട്ടും ഒരാൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ഇവ രണ്ടും ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ ഇവ നമ്മുടെ വ്യത്യാസം എന്താണ്? ഒരു എക്സ്റ്റേണൽ ലോ, ഒരു നിയമം കാരണം, അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് ഫോഴ്സ്, പുറത്തുനിന്നുള്ളൊരു ഫോഴ്സ് കാരണം നിങ്ങൾക്കൊരു കാര്യം നിർബന്ധമായും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരാളോട് നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാവ് ടു യൂസ് ചെയ്യുന്നത്. നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇന്റേണൽ ഒബ്ലിഗേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്വയം തോന്നുകയാണ് ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം, അങ്ങനെ ഒരു സ്ട്രോങ് ഫീലിംഗ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്,
മസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഔട്ട്സൈഡ് ആയിട്ടൊരു ഫോഴ്സ് നമ്മൾ നിർബന്ധിക്കുന്നില്ല. പക്ഷെ നമുക്ക് സ്വയം തോന്നുകയാണ് നിർബന്ധമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരാളോട് നമ്മൾ പറയുകയാണ് നമ്മുടെ നിർബന്ധം കാരണം അയാൾ അത് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം. ഐ ഹാവ് ടു വെയർ എ യൂണിഫോം. ഞാൻ യൂണിഫോം ധരിക്കേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു സ്ട്രോങ് ഫീലിംഗ് കാരണമല്ല, അങ്ങനെ ഒരു ലോ അവിടെ ഉണ്ട്, അതൊരു സ്കൂൾ റൂൾ ആണ്. സോ ഐ ഹാവ് ടു വെയർ എ യൂണിഫോം. ഞാൻ യൂണിഫോം ധരിക്കേണ്ടതുണ്ട്. എന്നാൽ യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാലോ, നീ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്ന സമയത്ത് ആ പറയുന്ന ആളുടെ സ്ട്രോങ് ആയിട്ടൊരു ഫീലിംഗ് ആണ്, അല്ലെ, സ്ട്രോങ് ആയിട്ടൊരു അഡ്വൈസ് ആണ് അവിടെ കൊടുക്കുന്നത്. അയാൾ നിർബന്ധിക്കുകയാണ്, യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ്. അപ്പൊ ഇതാണ് ഈ മസ്റ്റും ഹാവ് ടു തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി നീഡ് ടു ഹാവ് ടു തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? നീഡ് ടു എപ്പോഴും ഒരു ആവശ്യത്തെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഒരു റിക്വയർമെന്റിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഹാവ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ചോയ്സ് ഇല്ല, അതൊരു കമ്പൽഷൻ ആണ്. അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി പറയാം. ടു ബൈ ഗ്രോസറീസ്. എനിക്ക് ഗ്രോസറീസ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്, അതെന്റെ ഒരു ആവശ്യം മാത്രമാണ്, എന്റെ പേഴ്സണൽ ആയിട്ട് ഒരു നീഡിനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഐ നീഡ് ടു ബൈ ഗ്രോസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗ്രോസറീസ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ്. എന്നാൽ ഐ ഹാവ് ടു പേ ദി ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യേണ്ടതുണ്ട്, അവിടെ എന്റെ ഒരു ആവശ്യം എന്നതിലുപരി ഞാൻ ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്, എനിക്ക് മറ്റൊരു ചോയ്സ് അവിടെ ഇല്ല, അല്ലെ. സോ ഐ ഹാവ് ടു പേ ദി ഇലക്ട്രിസിറ്റി ബിൽ. ഇതാണ് ഈ ഹാവ് ടു നീഡ് ടു നമ്മൾ വ്യത്യാസം വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹാവ് ടു ഹാസ് ടുവിനെ നെഗറ്റീവ് പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ യു ഡോണ്ട് ഹാവ് ടു ഗോ, നീ പോകേണ്ടതില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ നീ പോകേണ്ട ഒരു ആവശ്യമില്ല, ഇറ്റ്സ് നോട്ട് നെസസറി, അങ്ങനെ റിക്വയർമെന്റ് ഇല്ല എന്നതാണ് അർത്ഥം. അത് യു ഡോണ്ട് നീഡ് ടു ഗോ, നീ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് തുല്യമാണ് യു ഡോണ്ട് ഹാവ് ടു ഗോ എന്ന് പറയുന്നത്. എന്നാൽ യു മസ്റ്റ് നോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകാൻ പാടില്ല, അത് നിർബന്ധമാണ്, അവിടെ ഒരു പ്രൊഹിബിഷൻ ആണ്, നിനക്ക് പോകാനുള്ള അനുവാദമില്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇവ മൂന്നും തമ്മിലുള്ള ഡെയിലി ലൈഫ് കമ്പാരിസൺ നോക്കാം. ഓക്കെ, ഐ ഹാവ് ടു ഗോ ടു വർക്ക്. എനിക്ക് ജോലിക്ക് പോവേണ്ടതുണ്ട്, കാരണം അതൊരു റൂൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്റെ ഒരു ജോബ് റിക്വയർമെന്റ് ആണ്, എനിക്ക് പോയേ പറ്റൂ. ഐ ഹാവ് ടു ഗോ ടു വർക്ക്. ഐ നീഡ് ടു സ്ലീപ്പ് ഏർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, എനിക്ക് നേരത്തെ ഉറങ്ങേണ്ട ആവശ്യമുണ്ട്, അതെന്റെ ഒരു ആവശ്യം മാത്രമാണ്, പേഴ്സണൽ ആയിട്ട് ഒരു റിക്വയർമെന്റ് മാത്രമാണ്, ഒരു നീഡ് മാത്രമാണ്. ഓക്കെ, ഐ നീഡ് ടു സ്ലീപ്പ് ഏർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ ഉറങ്ങേണ്ട ആവശ്യമുണ്ട്, അത് പേഴ്സണലി എന്റെ ഒരു ആവശ്യം മാത്രമാണ്. എന്നാൽ ഐ മസ്റ്റ് സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഞാൻ സമയം പാഴാക്കുന്നത് നിർത്തണം, നിർബന്ധമായി നിർത്തണം. അതെന്താണ്? എന്റെ സ്ട്രോങ് ആയിട്ടൊരു ഫീലിംഗ് ആണ്, പേഴ്സണൽ ആയിട്ടൊരു ഡിസിഷൻ ആണ്, ആരും നിർബന്ധിച്ചിട്ടല്ല, പക്ഷെ എനിക്ക് സ്വയം തോന്നുകയാണ്, ഇന്റേണലി എനിക്ക് ഫീൽ ചെയ്യുകയാണ്, ഞാൻ നിർബന്ധമായിട്ടും സമയം പാഴാക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒരു മിനി ടെസ്റ്റ്. ഓക്കെ, എവിടെയാണ് ഹാവ് ടു, എവിടെയാണ് നീഡ് ടു, എവിടെയാണ് മസ്റ്റ് എന്ന് നിങ്ങൾ പറയണം. യു ഡാഷ് വെയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിംഗ്. യു ഡാഷ് വെയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിംഗ്. യു ഹാവ് ടു വെയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിംഗ്. കാരണം ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സ് അല്ല, ഇനി നമുക്ക് സ്വയം തോന്നുന്ന ഒരു സ്ട്രോങ് ഫീലിംഗ് അല്ല, അതിലുപരി അതൊരു റൂൾ ആണ്, ധരിച്ചേ പറ്റൂ. സോ യു ഹാവ് ടു വെയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിംഗ്. The question, I dash buy vegetables today. I dash buy vegetables today. I need to buy vegetables today. എനിക്കിന്ന് പച്ചക്കറികൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്, അതെന്റെ പേഴ്സണൽ ആയിട്ട് ഒരു നീഡ് മാത്രമാണ്. സോ I need to buy vegetables today. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റുഡൻസ് ഡാഷ് നോട്ട് യൂസ് മൊബൈൽസ് ഇൻ ക്ലാസ്. സ്റ്റുഡൻസ് ഡാഷ് നോട്ട് യൂസ് മൊബൈൽസ് ഇൻ ക്ലാസ്. സ്റ്റുഡൻസ് മസ്റ്റ് നോട്ട് യൂസ് മൊബൈൽസ് ഇൻ ക്ലാസ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഹിബിഷൻ ആണ്, സ്റ്റുഡൻസിന് ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല എന്നാണ് ഉദ്ദേശം. സോ മസ്റ്റിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് മസ്റ്റ് നോട്ട് യൂസ് മൊബൈൽസ് ഇൻ ക്ലാസ്. ക്ലാസ്സിൽ സ്റ്റുഡൻസ് മൊബൈൽസ് ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ അനുവാദം അവർക്കില്ല എന്നർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു ഐ ഡാഷ് സബ്മിറ്റ് ദ ഫോം ടുഡേ. ഡു ഐ ഡാഷ് സബ്മിറ്റ് ദ ഫോം ടുഡേ. Do I have to submit the form today? ഞാൻ ഇന്ന് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്, അത് നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലെ. എൻ്റെ ഒരു ആവശ്യം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്നതാണ്. ഇവിടെ ഡു ഐ ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഐ ഹാവ് ടു എന്നതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡു ഐ ഹാവ് ടു, ഞാൻ ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഡു ഐ ഹാവ് ടു സബ്മിറ്റ് ദ ഫോം ടുഡേ. അടുത്ത ക്വസ്റ്റ്യൻ, യു ഡാഷ് ഡ്രിങ്ക് ഇനഫ് വാട്ടർ. യു ഡാഷ് ഡ്രിങ്ക് ഇനഫ് വാട്ടർ. യു നീഡ് ടു ഡ്രിങ്ക് ഇനഫ് വാട്ടർ, അല്ലെ. ആവശ്യത്തിനുള്ള വെള്ളം നീ കുടിക്കേണ്ട ആവശ്യമുണ്ട് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യു നീഡ് ടു ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ഒരാൾ ഉപദേശിക്കുകയാണ്, നീ ആവശ്യത്തിലുള്ള വെള്ളം കുടിച്ചേ പറ്റൂ, അത്തരം സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ
യു മസ്റ്റ് ഡ്രിങ്ക് ഇനഫ് വാട്ടർ എന്നും പറയാം. ചോദ്യങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ നിങ്ങളുടേത് ശരിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് ഹാവ് ടു എന്താണെന്നും നീഡ് ടു എന്താണെന്നും മസ്റ്റ് എന്താണെന്നും ഇവ എവിടെയൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് ഇവയുടെ വ്യത്യാസം എന്താണെന്നും അർത്ഥം എന്താണെന്നും പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരേക്കും ബൈ.